സ്ഥിരം ചെയ്യുന്ന ടൈപ്പോളജി ഓഫ് ബിൽഡിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിലോ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ റിസൾട്ട് എന്റെ മനസ്സിലാവില്ല. 3D ഇത് കാണിച്ചാലും പ്ലാൻ വരച്ചാലും ഒരു പരിധി വിട്ട് അവർക്ക് മൊത്തം മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ഇവർക്ക് അറിയാവുന്ന ലാംഗ്വേജിൽ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവര് ഇവിടുന്ന് വീട് ഡെമോളിഷ് ചെയ്തു. അത് മൊത്തത്തിൽ ഡെമോളിഷ് ചെയ്ത് ഫൗണ്ടേഷൻസ് ക്ലിയർ ഔട്ട് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ പ്രോസസ്സും നമ്മുടെ ഈ ഡിസൈൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി കാരണമായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് പൊളിച്ചപ്പോഴത്തേക്കുള്ള റബിളാണ് നമ്മൾ ഈ ഡിസൈൻ ആലോചിച്ചപ്പോഴത്തേക്ക് ഈ ഫ്രണ്ടിലെ ഫെസാഡിൽ കാണുന്ന റബിൾ വാളുണ്ട്, അതിന്റെ തോട്ട് പ്രോസസ് ഒക്കെ അവിടെ നിന്ന് വരുന്നത് മനസ്സിലായി. അപ്പം അത് ബേസിക്കലി ഒരു കൂടുതൽ വെയിലടിക്കുന്ന ഭാഗമാണ്. കമ്പാരിറ്റീവ്ലി നമ്മുടെ ഒരു സാധാ സിമെന്റ് ബ്ലോക്കിനേക്കാളും തെർമൽ ഇൻസുലേഷൻ ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയലാണ്. അപ്പം ഇതും നമ്മുടെ ഈ പറഞ്ഞ വെള്ള വീട് ഇവരുടെ റെഫറൻസ് കണ്ട് അതിൽ നിന്ന് ഈ വീട് ഈ ഒരു തരത്തിലേക്ക് മാറാൻ വേണ്ടി ഇവരുടെ കോസ്റ്റ്, ഇവരുടെ ആവശ്യങ്ങൾ, ഇവരുടെ നേച്ചർ, സൈറ്റിലെ കോണ്ടെക്സ്റ്റ്, ഈ പ്രോസസ് എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ ഈ ആയിരത്തി വീട്ടിലേക്ക് ആകാൻ വേണ്ടി കാരണമാണ്. നമ്മളൊരു 1200-250 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ഈ വീട് ചെയ്യാം. അതിനകത്ത് ഇവർക്ക് വേണ്ടത് 2 ബെഡ്റൂം പ്രോപ്പറായിട്ട് വേണം. ഒരു ബെഡ്റൂം പോലെ ഫംഗ്ഷൻ ചെയ്ത ഒരു മൾട്ടി ഫംഗ്ഷണൽ സ്പേസ് പോലെ കിട്ടിയാൽ നല്ലതാണ് അവർക്ക് ഗസ്റ്റ് ഒക്കെ വന്ന് കിടക്കാൻ വേണ്ടി. ഫെർദർ ഇവർക്ക് വേണ്ടത് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, TV ഒക്കെ കാണാം. ഇങ്ങനെയാണ് ഡെഫിനിഷൻ. അത് അപ്പം ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഒരു വീട് പണിയുന്നുണ്ട്. നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് ഇന്റർലിങ്ക് ചെയ്യുന്ന ഒരു സിംഗിൾ സ്പേസ്. ഞങ്ങൾ പറഞ്ഞു മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കണം, മറ്റേ നമുക്കൊരു എക്സ്പെൻസ് ആയിരിക്കും. മിനിമൽ എന്ന് പറയുന്നത് ഇപ്പൊ ഫുള്ള് വൈറ്റ് ഉള്ള ഒരു വീടാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഈസി ആകുന്ന പക്ഷെ ഡ്യൂറബിൾ ആയിരിക്കുന്നത്. ഇവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒറിജിനൽ ആയിട്ട് എല്ലാ മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഏജ് ആകും തോറും ഭംഗി കൂടുന്ന തരത്തിലുള്ള ഒരു എസ്തെറ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിവിജ്വലി നമ്മൾ ചിലപ്പോൾ ഇതിന്റെ ടൈലിന്റെ ഒരു പീസ് കാണിച്ചാൽ വളരെ ഡള്ളാണ്. ഒരിക്കലും ക്ലൈന്റിന് അത് കാണുമ്പോൾ ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നില്ല. പക്ഷെ കളക്റ്റീവ്ലി ഈ സ്പേസും ഈ ലാംഗ്വേജിനും എന്താണ് നല്ലത്, അത് എങ്ങനെയാ കൺസീവ് ചെയ്യാൻ പറ്റാന്നുള്ളതിന്റെ അപ്പം ഇനിഷ്യലി ഫീഡ്ബാക്ക് എന്നുള്ളത് നോ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ ആസ് എ പ്രോസസ് അവരത് അവിടെയാണ് നമുക്ക്. പക്ഷെ നോക്കാൻ പോയാൽ ഈ ടൈൽസ് ഒറ്റ മനുഷ്യന് വീട്ടിൽ ഇടൂല. ഒരു അൺകൺവെൻഷണൽ ഹൗസ് ആണത്. ഞാൻ കയറി വന്നപ്പോഴേ ഞാൻ ഇങ്ങനെ ഒരു വീട് എന്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം നമ്മൾ കണ്ട് പരിചയം കേട്ട് പരിചയമുള്ള ഒരു കൺസ്ട്രക്ഷൻ അല്ല ഇത്. ഫുൾ നമുക്ക് വാൾസ് നോക്കിയാലും ബിൽഡിംഗ് മൊത്തത്തിൽ നോക്കിയാലും ഭയങ്കര കോമ്പാക്ട് ഒരു സ്പേസ്, പക്ഷെ എല്ലാം ഉണ്ട്. കോമ്പാക്ട് അർബൻ ഹോം എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഒരു ഐഡിയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റിക്കകത്തിരിക്കുന്ന ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള ഒരു ബിൽഡ് സ്പേസ്, ഒരു താമസ സ്ഥലം. അപ്പം ഇതിനകത്ത് പ്രൈമറി ആയിട്ട് വേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ബിൽഡ് സ്പേസിൽ താമസിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ വേണം. പ്ലസ് മെയിൻ്റെനൻസ് എളുപ്പമായിരിക്കണം, ഡേ ടു ഡേയും ഇൻ ലോങ് റണ്ണും. നമ്മൾ ഇനിഷ്യൽ ഡിസ്കഷൻ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനത്തെ ഇവർക്കുള്ള ഒരു ക്ലാരിറ്റി ഒക്കെ എന്നെ സംബന്ധിച്ച് വളരെ സർപ്രൈസ് ആയിരുന്നു. ജബിര പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞേ കല്യാണം കഴിഞ്ഞ് ഒരു മരുമോളൊക്കെ വരുമ്പോ ഇതൊന്നും നടക്കൂല. ആ ടൈമിൽ നമ്മളിത് ഇവർക്ക് വേണ്ടി പേഴ്സണലി സ്റ്റിച്ച് ചെയ്ത പോലത്തെ ഒരു ഡിസൈൻ ചെയ്തപ്പോൾ നമ്മൾ ആ പ്രോസസ് വളരെ എൻജോയ് ചെയ്തു. അറ്റ് ദ ടൈം ഈ ഡിസൈൻ കഴിഞ്ഞ സമയത്താണ് അബിയെ കല്യാണം കഴിക്കാൻ പോണത്. അപ്പൊ ഞാൻ അബിയെ അടുത്താന്ന് പറഞ്ഞു, ഇവരുടെ ഫാമിലി ആയിട്ട് കൃത്യം ജെല്ലായി പോണ ഒരാളല്ല ഈ വീട്ടിൽ നിൽക്കാൻ പറ്റും. പറഞ്ഞല്ലേ ശ്രീകുട്ടി പേടിച്ചായിരുന്നു വരുന്ന സമയത്ത് വീടൊക്കെ വന്ന് കണ്ടു. വീട് ആദ്യം കണ്ടപ്പോ എന്താ തോന്നി? ആദ്യം വീട്ടുകാർക്ക് എന്താ വീട് വന്ന് കണ്ടു പറഞ്ഞു? വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ചില്ല കണ്ടപ്പോഴത്തേക്ക് വീട്ടിലെന്ന് പറഞ്ഞാലും എല്ലാവരും സംസാരിക്കുക, കളിക്കാതിരിക്കുക, എല്ലാവരും ഒരുമിച്ച്. ഫസ്റ്റ് അതിനെ കാണാൻ വന്നപ്പോ തന്നെ എന്റെ ഫാമിലിയില് ഓൾമോസ്റ്റ് ഇങ്ങനെ കുറച്ച് ഇതാണ് റിലേറ്റീവ്സ് ഒക്കെ നല്ല എല്ലാരും കൂടിയാ പറഞ്ഞത്. അപ്പൊ അതൊക്കെ പേടിയായിരുന്നു. എല്ലാവർക്കും കൂടി എത്ര പേരുണ്ടായിരുന്നു പറഞ്ഞപ്പോ? 10-15-20 ഇത് ശരിക്കും ഈ വീട്ടിലെ ഇപ്പം ഒരു 12 പേരൊക്കെ വന്നിരുന്നാൽ ഇഫ്താർ പാർട്ടി നടത്താനുള്ള സ്പേസ് ഉണ്ട്. ഒരു 10 പേരൊന്ന് നൈറ്റ് ബെഡ് കിടക്കാനുള്ള സ്പേസ്. നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈമറി ആയിട്ട് നമ്മളൊരു വീട്ടിൽ വരുമ്പോഴത്തേക്കും റിലാക്സ് ചെയ്യാം, നമ്മൾ നമ്മുടെ തമ്മിൽ സംസാരിക്കുക,
ലൈക്ക് നല്ല ഇന്ററാക്ഷൻസ് ഉണ്ടാവുക, ലൈക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ലൈക്ക് ആ കോൺവെർസേഷൻ കാര്യങ്ങളാണല്ലോ പ്രൈമറി ആയിട്ട്. അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു മേജർ സ്പേസ് ആണ് ഈ വീട്. അത്രയും തന്നെ ഈ വീടുള്ളൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.